വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ വിവരണത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. അവയിൽ പ്രമുഖമായ 4 വ്യാഖ്യാനങ്ങൾ ചുരുക്കമായി മനസ്സിലാക്കുക എന്നതാണ് ഈ പഠനത്തിൻ്റെ ഉദ്ദേശം. ശാസ്ത്രീയമായ, പ്രത്യേകിച്ച് ഭൂവിജ്ഞാനീയമായ കണ്ടെത്തലുകൾ ഉൽപ്പത്തിയിലെ സൃഷ്ടിയുടെ വിവരണത്തോട് ചേർത്ത് വെച്ച് വിശദീകരിക്കുക എന്നതാണ് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളിൽ ഭൂരിപക്ഷവും ലക്ഷ്യം വെക്കുന്നത്. ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോൾ ഭൂമിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ എന്ന് യാഥാസ്ഥിതിക വേദപണ്ഡിതന്മാർ പറയുന്നു. അതിനാൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ വേദോസ്തവമായി ചേർത്ത് കൊണ്ടുപോകുവാൻ പല സിദ്ധാന്തങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഇത്തരം സിദ്ധാന്തങ്ങളെ പിന്താങ്ങുന്നവരുടെ കൂട്ടത്തിൽ ചില വേദപണ്ഡിതന്മാരും വേദപുസ്തക വ്യാഖ്യാന ഗ്രന്ഥങ്ങളും സെമിനാരികളും ഉണ്ട്. എന്നാൽ യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള വേദപണ്ഡിതന്മാർ ഇത്തരം സിദ്ധാന്തങ്ങളെ സ്വീകരിക്കുന്നില്ല. അവർ ദൈവം ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും 24 മണിക്കൂർ ദൈർഘ്യമുള്ള 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചുവെന്നും ഭൂമിക്ക് 6000 മുതൽ 10000 വർഷങ്ങളുടെ മാത്രം പഴക്കമേ ഉള്ളൂ എന്നും വിശ്വസിക്കുന്നു. യാഥാസ്ഥിതിക വേദപണ്ഡിതന്മാർ ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിലെ സൃഷ്ടിയുടെ വിവരണം അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. ഈ പഠനത്തിൽ നമ്മൾ 4 സിദ്ധാന്തങ്ങളെയാണ് പഠിക്കുന്നത്. അവ ഇതെല്ലാമാണ്. 1. ഇടവേള സിദ്ധാന്തം അഥവാ തകർച്ച പുനർനിർമ്മാണം എന്ന സിദ്ധാന്തം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്യാപ് തിയറി ഓർ ദ റൂയിൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ തിയറി. 2. പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പ് അഥവാ ദിവസം യുഗം സൃഷ്ടിപ്പ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോഗ്രസീവ് ക്രിയേഷനിസം ഓർ ഡേ ഏജ് ക്രിയേഷനിസം. 3. ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമായ പരിണാമ സിദ്ധാന്തം, തീയിസ്റ്റിക് എവല്യൂഷൻ. 4. ഇളം പ്രായമുള്ള ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യങ് എർത്ത് ക്രിയേഷനിസം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വളരെ പ്രചാരത്തിലുള്ള ഒരു സിദ്ധാന്തമാണ് ഇടവേള സിദ്ധാന്തം അഥവാ തകർച്ച പുനർനിർമ്മാണം എന്ന സിദ്ധാന്തം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്യാപ് തിയറി അല്ലെങ്കിൽ റൂയിൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ തിയറി. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണത്തെ ഭൂവിജ്ഞാനീയമായ അല്ലെങ്കിൽ ജിയോളജിക്കൽ ആയ കണ്ടെത്തലുകളുമായി പൊരുത്തപ്പെടുത്തുന്ന ഒരു സിദ്ധാന്തമാണിത്. ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുവാൻ ഇടവേള സിദ്ധാന്തം ശ്രമിക്കുന്നു. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാർ ഭൂമിക്ക് 450 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന കണക്ക് അവതരിപ്പിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഈ കാലപ്പഴക്കത്തെ ഉൾക്കൊള്ളുവാൻ ഇടവേള സിദ്ധാന്തക്കാർ ഉൽപ്പത്തി 1-1 1-2 ഇടയിൽ നിശ്ചിതമല്ലാത്ത വലിയ ഒരു ഇടവേളയുണ്ട് എന്ന വ്യാഖ്യാനം മുന്നോട്ട് വെച്ചു. ഈ സുദീർഘമായ ഇടവേളയിലാണ് ഭൂമി ഇന്നത്തെ പോലെ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ ഭൂവിജ്ഞാനീയ ശാസ്ത്രവും അല്ലെങ്കിൽ ജിയോളജിക്കൽ സയൻസും വേദപുസ്തകത്തിലെ ഉൽപ്പത്തിയുടെ വിവരണവും പൊരുത്തപ്പെടുന്നു. ഇടവേള സിദ്ധാന്തത്തിൻ്റെ പ്രധാന വ്യാഖ്യാനങ്ങൾ ഇതെല്ലാമാണ്. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ വിവരിക്കുന്ന സൃഷ്ടിയുടെ ചരിത്രം അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ വിശ്വസിക്കുന്നു. അവർ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നു. ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തോടെ അവർ യോജിക്കുന്നു. ഭൂമിക്ക് 6000-ലധികം വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ എന്ന ഇളം പ്രായമുള്ള ഭൂമിയുടെ ഉൽപ്പത്തി എന്ന സിദ്ധാന്തത്തോടെ അവർ വിയോജിക്കുന്നു. ഭൂമിയിൽ കാണുന്ന പാറകളുടെ പാളികളും മറ്റു ഭൂവിജ്ഞാനീയ തെളിവുകളും ഉൽപ്പത്തി 1-1 1-2 ഇടയിലുള്ള ഒരു നിശ്ചിതമല്ലാത്ത ഇടവേളയെ കാണിക്കുന്നു. അവരുടെ സിദ്ധാന്തങ്ങളെ നമുക്ക് ഇങ്ങനെ ചുരുക്കമായിട്ട് സംഗ്രഹിക്കാം. ഇടവേള സിദ്ധാന്തം പറയുന്നത് ഉൽപ്പത്തി 1-1 സൃഷ്ടിയുടെ വിവരണം ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ അതിനുശേഷം എന്തോ നാശം ഭൂമിക്ക് സംഭവിച്ചു. അതിനാൽ ദൈവം ഭൂമിയെ പുനഃസൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-2 വാക്യം പറയുന്നത് പുനഃസൃഷ്ടിക്ക് മുമ്പ് നാശത്തിലായിത്തീർന്ന ഭൂമിയുടെ ചരിത്രമാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു.
പഴയ ഭൂമിയുടെ പുനഃസൃഷ്ടി ആരംഭിക്കുന്നത് 3-ാം വാക്യത്തോടെയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഉൽപ്പത്തി 1:1 പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ സംഭവിച്ച സമ്പൂർണമായ കുറ്റമറ്റ ഉത്തമമായ ഒരു പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. സാത്താൻ പഴയ ഭൂമിയിൽ ഏദൻ തോട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഏതോ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു. ഈ പഴയ ഭൂമിയിൽ ധാരാളം ധാതു ലവണങ്ങളും രത്നങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ സാത്താനെ കൂടാതെ ആത്മാവില്ലാത്ത ചില മനുഷ്യജീവികളും താമസിച്ചിരുന്നു. ഏതോ ഒരു സമയത്ത് സാത്താൻ ദൈവത്തോട് മത്സരിക്കുകയും കലാപം ഉണ്ടാക്കുകയും ചെയ്തു. അവൻ ദൈവത്തെ പോലെയാകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ സാത്താൻ കാരണം പാപം അന്നത്തെ ലോകത്തിൽ പ്രവേശിക്കുകയും ദൈവം ഭൂമിയെ ഒരു വലിയ ജലപ്രളയത്താൽ ശിക്ഷിക്കുകയും ചെയ്തു. ഈ ജലപ്രളയത്തെ ലൂസിഫറിന്റെ ജലപ്രളയം എന്ന് വിളിക്കുന്നു. പ്രളയത്താൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ ഉൽപ്പത്തി 1:2 വായിക്കുന്നത്. ഭൂമി പാഴായും ശൂന്യമായി വരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. സൂര്യനിൽ നിന്നുള്ള പ്രകാശവും ചൂടും ആ കാലങ്ങളിൽ ലഭ്യമായിരുന്നില്ല. അതിനാൽ ആഗോളമായി ഭൂമി മുഴുവൻ മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരുന്നു. ഇതിനെ ഹിമയുഗം എന്ന് വിളിക്കുന്നു. ഇന്ന് ഭൂമിയിൽ നിന്നും കണ്ടെടുക്കുന്ന വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും അവശിഷ്ടങ്ങളും അസ്ഥിപഞ്ജരങ്ങളും പഴയ ഭൂമിയിൽ ജീവിച്ചിരുന്നതും ലൂസിഫറിന്റെ ജലപ്രളയത്താൽ നശിച്ചു പോയതുമായ ജീവികളുടേത് ആണ്. എന്നാൽ അവയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന വൃക്ഷങ്ങളുമായോ മൃഗങ്ങളുമായോ മനുഷ്യരുമായോ ജനിതക ബന്ധം ഇല്ല. ഇടവേള സിദ്ധാന്തം അനുസരിച്ച് ഉൽപ്പത്തി 1:1 കുറ്റമറ്റ ഉത്തമമായ ആകാശവും ഭൂമിയും 1:2 പാഴായും ശൂന്യമായും തീർന്ന ഭൂമിയും തമ്മിൽ വൈപരീത്യം ഉണ്ട്. ദൈവം സൃഷ്ടിച്ചതെല്ലാം മനോഹരവും പൂർണ്ണവും ഉത്തമവും ആയിരുന്നു. അതിൽ പാപത്തിൻ്റെയോ ജീർണതയോടോ യാതൊരു അംശവും ഇല്ലായിരുന്നു. ഉൽപ്പത്തി 1:1 1:2 ഇടയിൽ ഒരു വലിയ തകർച്ച സംഭവിച്ചു. അതിനാൽ ഭൂമി താമസയോഗ്യമല്ലാത്ത പാഴായ ശൂന്യമായ ഒരിടമായി മാറി. ഈ തകർച്ച ദൈവം ഭൂമിയെയും അതിൽ ഉണ്ടായിരുന്നവരെയും ശിക്ഷിച്ചതിനാൽ സംഭവിച്ചതാണ്. സാത്താന്റെയോ പഴയ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെയോ ദൈവത്തോടുള്ള മത്സരമാണ് ദൈവിക ശിക്ഷയുടെ കാരണം. ഭൂമിയെയും അതിൽ ജീവിച്ചിരുന്ന എല്ലാ ജീവികളെയും ദൈവം അന്ന് നശിപ്പിച്ചു. ഇന്ന് ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുക്കുന്ന പുരാതന അവശിഷ്ടങ്ങൾ പഴയ ഭൂമിയിൽ ജീവിച്ചിരുന്നതും ദൈവം നശിപ്പിച്ചതുമായ ജീവികളുടേത് ആണ്. ഇതിൽ വൃക്ഷങ്ങളും മൃഗങ്ങളും മനുഷ്യരെ പോലെയുള്ള ജീവികളും ഉൾപ്പെടും. ഇവ നശിപ്പിക്കപ്പെടുകയും ഭൂമി ജലപ്രളയത്താൽ മൂടപ്പെടുകയും ചെയ്തു. ഭൂമി അവസ്ഥയിൽ കോടിക്കണക്കിന് വർഷങ്ങൾ മാറ്റമില്ലാതെ കിടന്നു. തകർച്ചയുടെ ഈ ദീർഘമായ കാലത്തിന് ശേഷമാണ് ദൈവം ഭൂമിയെ പുനഃസൃഷ്ടിക്കുവാൻ ആരംഭിച്ചത്. തുടർച്ചയായ 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം നശിച്ചുപോയ ഭൂമിയെ സമ്പൂർണവും ഉത്തമവുമായ ഭൂമിയായി പുനഃസൃഷ്ടിച്ചു. അതിനാൽ ഉൽപ്പത്തി 1 പറയുന്ന സൃഷ്ടി ഭൂമിയുടെ പുനഃസൃഷ്ടിയാണ്, ആദ്യത്തെ സൃഷ്ടി അല്ല. പുനഃസൃഷ്ടി 24 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം പൂർത്തീകരിച്ചു. അതിനാൽ ഉൽപ്പത്തി 1 വിവരിക്കപ്പെടുന്നത് സൃഷ്ടിപ്പ്, ദൈവിക ശിക്ഷാവിധി, നാശം, പുനർസൃഷ്ടി എന്നിവയുടെ ചരിത്രം ആണ്. ഇടവേള സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ല. അവർ സൃഷ്ടിയെക്കുറിച്ചുള്ള വേദപുസ്തക വിവരണത്തിൽ വിശ്വസിക്കുന്നു. ഒപ്പം ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന ആധുനിക ശാസ്ത്രീയ തത്വത്തോടും അവർ യോജിക്കുന്നു. ഇടവേള സിദ്ധാന്തം വേദപുസ്തക വിവരണവും ശാസ്ത്രീയ കണക്കുകളും തമ്മിലുള്ള ഒരു അനുരഞ്ജനം സാധ്യമാക്കുന്നു. പുരാതന ജീവികളുടെ അവശിഷ്ടങ്ങളും അവയുടെ കാലപ്പഴക്കവും ഇടവേളയിൽ ഉൾക്കൊള്ളുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഇടവേള സിദ്ധാന്തത്തിന് പ്രചാരം നൽകിയത് സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ ആണ്. ഇതിൽ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ അടിക്കുറിപ്പായി ഇടവേള സിദ്ധാന്തം കൊടുത്തിട്ടുണ്ട്. അന്ന് ആധുനിക ഭൂവിജ്ഞാനീയ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന കണ്ടെത്തലുകളെ വേദപുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണവുമായി ചേർത്ത് വായിക്കുവാൻ വേദവിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്ന കാലമായിരുന്നു. അതിനാൽ സ്കോഫീൽഡിലെ വ്യാഖ്യാനം വേഗം പ്രചാരം നേടി. ഡെയ്ക്സ് അനോട്ടേറ്റഡ് റഫറൻസ് ബൈബിൾ, ദി ന്യൂബെറി റഫറൻസ് ബൈബിൾ എന്നിവയിലും ഇടവേള സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അനേകം ക്രിസ്തീയ വിശ്വാസികൾ ഇടവേള സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും യാഥാസ്ഥിതികരായ ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനോട് യോജിക്കുന്നില്ല. അവരുടെ വിയോജിപ്പിന്റെ പ്രധാന കാരണം ക്രിസ്തീയ സഭയുടെ പാരമ്പര്യ വിശ്വാസത്തോട് ഇടവേള സിദ്ധാന്തം ചേർന്നു പോകുന്നില്ല എന്നതാണ്. യഹൂദ മതം, റോമൻ കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്നിവർ ഒന്നും ഈ സിദ്ധാന്തത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. സഭയുടെ ചരിത്രപരമായ കാഴ്ചപ്പാട് ഉൽപ്പത്തി 1-2 അധ്യായങ്ങൾ ദൈവം ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള വിവരണം ആണ് എന്നതാണ്. ഇതാണ് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി. ഭൂമി പിന്നീട് തകർക്കപ്പെടുകയോ പുനഃസൃഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഉൽപ്പത്തി 1:1 1:2 ഇടയിൽ ഒരു ഇടവേള ഇല്ല. ഉൽപ്പത്തി 1 മുതൽ 1:5 വരെയുള്ള വിവരണം ഒന്നാമത്തെ ദിവസത്തെ സൃഷ്ടിയുടേത് ആണ്. ഒരു പഴയ ഭൂമി ഉണ്ടായിരുന്നുവെന്നും അതിനെ പുനഃസൃഷ്ടിച്ചാണ് ഇപ്പോഴത്തെ ഭൂമി ഉണ്ടായത് എന്നും നേരിട്ട് വ്യക്തമായി പറയുന്ന ഒരു വാക്യവും വേദപുസ്തകത്തിൽ ഇല്ല. ഉൽപ്പത്തി 2:2-3 വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. അത് 1-ാം അധ്യായത്തിൽ പറയുന്ന സൃഷ്ടിയുടെ വിവരണത്തിന്റെ ഉപസംഹാരമാണ്. എല്ലാ സൃഷ്ടികളും 6 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചതെന്ന് ഈ വാക്യങ്ങൾ പറയുന്നു. അതിനു മുമ്പ് ഒരു സൃഷ്ടിപ്പ് ഉണ്ടായിരുന്നതായി പറയുന്നില്ല. വീണുപോയ സാത്താന്റെ മേലും അവനോട് കൂടെ ചേർന്ന ദൂതന്മാരുടെ മേലും ദൈവിക ശിക്ഷ ഉണ്ടായി എന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ആദാമിന്റെ വീഴ്ച മൂലം ഭൂമിയുടെ മേൽ ദൈവിക ശാപമുണ്ടായി എന്നും വചനം പറയുന്നു. നോഹയുടെ കാലത്ത് മനുഷ്യരുടെ പാപം പെരുകിയതിനാൽ ദൈവം ഒരു ജലപ്രളയത്താൽ സകല ജീവജാലങ്ങളെയും ഭൂമിയെയും ശിക്ഷിച്ചു. എന്നാൽ ഉൽപ്പത്തി 1:1 1:2 ഇടയിൽ ഭൂമിയുടെ മേലോ അന്ന് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ മേലോ ദൈവിക ശിക്ഷ ഉണ്ടായതായി തിരുവെഴുത്ത് പറയുന്നില്ല. ഇടവേള സിദ്ധാന്തം പറയുന്നതനുസരിച്ച് ഉൽപ്പത്തി 1:2 മുമ്പേ ഭൂമിയിൽ അനേകായിരം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം ദൈവശിക്ഷയാൽ നശിച്ചുപോയി. ഉൽപ്പത്തി 1:1 1:2 ഇടയിലുള്ള ഇടവേളയിലാണ് സാത്താനും പാപത്തിൽ വീണുപോയത്. അങ്ങനെയാണെങ്കിൽ ആദാമിന്റെ പാപത്തിന് മുമ്പായി തന്നെ മരണം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതണം. എന്നാൽ മരണം പാപത്തിന്റെ ഫലമാണ് എന്നാണ് തിരുവചനം പറയുന്നത്. മനുഷ്യർ ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് പാപവും മരണവും ലോകത്തിൽ ഉണ്ടായത്. അല്ലെങ്കിൽ ദൈവത്തോടുള്ള മത്സരം പാപമായി, അതിനാൽ മരണമുണ്ടായി. ആദമിന്റെയും ഹവയുടെയും വീഴ്ചയ്ക്ക് മുമ്പ് പാപമുണ്ടായിരുന്നില്ല, അതിനാൽ മരണവും ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി 1:1 സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു പൊതുവായ പ്രസ്താവനയാണ്. സൃഷ്ടി ആരംഭിക്കുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ടാണ്. ഉൽപ്പത്തി 1:2 മുതൽ 2:3 വരെയുള്ള വാക്യങ്ങൾ തുടർച്ചയായ സൃഷ്ടിയുടെ ചരിത്രമാണ്. പാഴായും ശൂന്യമായും ഇരുന്ന ഭൂമിയിൽ തുടങ്ങി മനുഷ്യന്റെ സൃഷ്ടിയിൽ അവസാനിക്കുന്ന പ്രക്രിയയാണ് സൃഷ്ടി. സാത്താനും ഒരു കൂട്ടം ദൂതന്മാരും ദൈവത്തോട് മത്സരിച്ചതും അവർ സ്വർഗത്തിൽ നിന്നും വീണുപോയതും എപ്പോഴാണ് എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്നാൽ പത്രോസ് 2:4 യൂദ 6 എന്നീ വാക്യങ്ങളിൽ ദൂതന്മാരുടെ ദൈവത്തോടുള്ള മത്സരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ സമയമോ കാലമോ ഈ വാക്യങ്ങളിൽ പറയുന്നില്ല. അതിനാൽ ഈ സംഭവം ഉൽപ്പത്തി 2-3 എന്നീ അധ്യായങ്ങൾക്കിടയിലുള്ള കാലത്ത് സംഭവിച്ചതാകാമെന്ന് യാഥാസ്ഥിതികരായ വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ദൂതന്മാരുടെ കലാപം കാരണം ഭൂമിയെ ദൈവം ശിക്ഷിച്ചു എന്ന് പറയുന്ന വാക്യങ്ങളും വേദപുസ്തകത്തിൽ ഇല്ല. ഈ പ്രപഞ്ചത്തിന്റെ ദൈവിക സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള മറ്റൊരു സിദ്ധാന്തമാണ് പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പ് അഥവാ പ്രോഗ്രസീവ് ക്രിയേഷനിസം. ഇതിനെ ദിവസം യുഗം സൃഷ്ടിപ്പ് അഥവാ ഡേ ഏജ് ക്രിയേഷനിസം എന്നും വിളിക്കാറുണ്ട്. ആധുനിക ശാസ്ത്രത്തെ വേദപുസ്തകവുമായി ചേർത്ത് കൊണ്ടുപോകുവാനാണ് ഈ സിദ്ധാന്തവും ശ്രമിക്കുന്നത്. സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പാരമ്പര്യ യാഥാസ്ഥിതിക വിശ്വാസം 24 മണിക്കൂർ ദൈർഘ്യമുള്ള 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പ് എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം സകലതും സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് വാദിക്കുന്നു. ഈ സിദ്ധാന്തം ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് മുമ്പേ രൂപം കൊണ്ടതാണ്. ഡാർവിന്റെ സിദ്ധാന്തം 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് പ്രചാരം നേടിയത്. ഉൽപ്പത്തിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ വരുന്ന ഒരു യുഗമാണ് എന്ന് ഇവർ വാദിക്കുന്നു.
അത് കൃത്യമായ വർഷങ്ങളുടെ ഒരു കാലമല്ല. ഈ ദീർഘമായ ഓരോ യുഗത്തിലും ദൈവം പല പടിപടിയായ മുന്നേറ്റങ്ങളിലൂടെ സൃഷ്ടിപ്പ് നടത്തി. ഈ ചിന്താഗതിക്കാരുടെ പ്രധാന വാദങ്ങൾ ഇതെല്ലാമാണ്. കോടിക്കണക്കിന് വർഷങ്ങളുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ സ്ഫോടനത്തിലൂടെയാണ് ദൈവം ക്ഷീരപഥങ്ങളെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. നമ്മുടെ പ്രപഞ്ചത്തിനും ഭൂമിക്കും കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഉൽപ്പത്തിയിലെ ദിവസം എന്നത് അനേകം വർഷങ്ങളുടെ ഒരു യുഗമാണ്. ഓരോ യുഗവും കൃത്യമായി വേർതിരിക്കപ്പെട്ട കാലമല്ല, ഒരു യുഗം മറ്റൊന്നിലേക്ക് കവിഞ്ഞ് കിടക്കുന്നുണ്ട്. മരണവും രക്തച്ചൊരിച്ചിലും സൃഷ്ടിയുടെ ആരംഭം മുതൽ നിലനിൽക്കുന്നു. അത് ആദാമിന്റെ പാപത്തിന്റെ അനന്തരഫലമല്ല. ഇങ്ങനെ ജീവന്റെയും മരണത്തിന്റെയും നീണ്ട കാലത്തിന് ഒടുവിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. നോഹയുടെ കാലത്തെ ജലപ്രളയം പ്രാദേശികമായ ഒരു സംഭവമായിരുന്നു. ലോകത്തെല്ലായിടവും പ്രളയം ഉണ്ടായിട്ടില്ല. ഇതിന് ഭൂമിയുടെ മൊത്തം ഘടനയുടെ മേൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പ് എന്ന സിദ്ധാന്തം നിരീശ്വരവാദത്തിലൂന്നിയ പരിണാമ സിദ്ധാന്തത്തെയും ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമായ പരിണാമ സിദ്ധാന്തത്തെയും ഇളം പ്രായമുള്ള ഭൂമിയുടെ ഉൽപ്പത്തി എന്ന സിദ്ധാന്തത്തെയും തള്ളിക്കളയുന്നു. എന്നാൽ ഭൂമിക്ക് ഇപ്പോൾ ഏകദേശം 450 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന ആധുനിക ഭൂവിജ്ഞാനീയ ശാസ്ത്രത്തിന്റെ കണക്ക് അവർ അംഗീകരിക്കുന്നു. വേദപുസ്തകത്തിൽ തെറ്റുകളോ പിശകുകളോ ഇല്ല എന്ന് ഇവർ സമ്മതിക്കുന്നു. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളെ സൃഷ്ടിപ്പിന്റെ വിവരണം ചരിത്രപരമായും ശാസ്ത്രീയമായും ശരിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു ദിവസം എന്നത് കോടിക്കണക്കിന് വർഷങ്ങളുടെ ഒരു യുഗമാണ്. ഈ വ്യാഖ്യാനത്തെയാണ് ദിവസം യുഗം സൃഷ്ടിപ്പ് എന്ന് വിളിക്കുന്നത്. ഇവരിൽ അനേകർ ഉൽപ്പത്തിയിലെ ഓരോ ദിവസത്തിനും ഒരു കൃത്യമായ ആരംഭവും അവസാനമുണ്ട് എന്നും വിശ്വസിക്കുന്നു. ശാസ്ത്രം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പല വർഗത്തിലുള്ള ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇവയിൽ ചിലതിന് മനുഷ്യരോട് സാമ്യമുണ്ട്. അവയെ പൊതുവെ ഹോമിനൈഡ്സ് എന്നാണ് വിളിക്കുക. ഇത്തരം ഹോമിനൈഡ്സ് വംശത്തിൽപ്പെട്ട ജീവികൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നുവെന്നും അവയ്ക്ക് ആത്മാവുണ്ടായിരുന്നില്ല എന്നതിനാൽ അടിസ്ഥാനപരമായി അവ ജന്തുക്കൾ ആയിരുന്നു എന്നുമാണ് പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പെന്ന സിദ്ധാന്തത്തിന്റെ പ്രചാരകർ പറയുന്നത്. നിത്യമായി ജീവിക്കുന്ന ആത്മാവെന്ന ദാനം ദൈവം ആദ്യ മനുഷ്യനായ ആദമിന് മാത്രമേ നൽകിയിട്ടുള്ളൂ. ആദം ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു. ഉൽപ്പത്തിയിലെ ആദ്യത്തെ ചില അധ്യായങ്ങൾ 10,000-കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. പാപത്താലുള്ള മനുഷ്യന്റെ വീഴ്ച അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവമാണ് എന്നും അത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ വിവരിക്കുന്ന പോലെ സംഭവിച്ചുവെന്നും ഇവർ വിശ്വസിക്കുന്നു. ഉൽപ്പത്തിയിലെ വംശാവലി പരിശോധിച്ചാൽ ആദാം ഏകദേശം 6,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. എന്നാൽ ആദാം ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പെന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ വാദിക്കുന്നത്. ഉൽപ്പത്തിയിൽ വിവരിക്കുന്ന വംശാവലിയിൽ ചില വിവരങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ടാകാം. ചില ഇടവേളകളും ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട്. വംശാവലിയിൽ എല്ലാവരുടെയും പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വരാം. നോഹയുടെ കാലത്തെ ജലപ്രളയം ചരിത്രപരമായി സത്യമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. എങ്കിലും ഇത് സാർവലൗകികമായി ഭൂമിയിൽ എല്ലായിടവും സംഭവിച്ചതല്ല. അതൊരു പ്രത്യേക പ്രദേശത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭൂവിജ്ഞാനീയ ശാസ്ത്രവും ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ഒരേ സമയത്തുണ്ടായ ഒരു ജലപ്രളയത്തെ പിന്താങ്ങുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെയും ഭൂമിയുടെയും ആരംഭത്തെക്കുറിച്ച് അറിവ് നൽകുവാൻ കഴിയുന്ന സ്രോതസ്സുകളാണ് വേദപുസ്തകവും ഭൂവിജ്ഞാനീയ ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും. ദൈവം നമുക്ക് അറിവ് നൽകുവാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവ തിരുവെഴുത്തുകളും പ്രകൃതിയും ആണ്. ഈ 2 പുസ്തകങ്ങളുടെയും രചയിതാവ് ദൈവമാണ് എന്നതിനാൽ ഇവയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവയെ ശരിയായി വ്യാഖ്യാനിക്കുമ്പോൾ പരസ്പരം യോജിക്കുന്നത് ആയിരിക്കണം. പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഗലീലിയോയും ഇതേ അഭിപ്രായക്കാരൻ ആയിരുന്നു. പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പ് എന്ന സിദ്ധാന്തം വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് നിലനിൽക്കുന്നതല്ല. അപ്പോസ്തലന്മാരുടെ കാലം മുതലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വിശ്വാസത്തെ അത് ഖണ്ഡിക്കുന്നു. അതിനാൽ യാഥാസ്ഥിതികരായുള്ള വേദപണ്ഡിതന്മാർ ആരും പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പെന്ന സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ല. 10 കൽപ്പനകളിലെ 4-ാമത്തെ കൽപ്പന സൃഷ്ടിപ്പിലെ ദിവസങ്ങളും ആഴ്ചകളും മനുഷ്യരുടെ ദിവസങ്ങളും ആഴ്ചകളും തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ദൈർഘ്യം തുല്യമാണ്.
കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന രോഗം, മരണം, ക്ഷാമം, അഗ്നിപർവ്വതങ്ങൾ, പ്രകൃതിക്ഷോഭം, കൊടുങ്കാറ്റ് മുതലായ വിപത്തുകളുടെ ഒരു കാലത്തിന് ശേഷമാണ് ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചത് എന്ന വാദം യാഥാസ്ഥിതിക വേദപണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല. വിപത്തുകളാൽ ആദിഭൂമിയിൽ ജീവിച്ചിരുന്ന മൃഗങ്ങളും വൃക്ഷങ്ങളും നശിച്ചുപോയി എന്നതിനെയും അവർ സ്വീകരിക്കുന്നില്ല. ആദാമിന്റെ വീഴ്ചയ്ക്ക് മുമ്പേ ഭൂമിയിൽ മരണം ഉണ്ടായിരുന്നു എന്ന വാദത്തോടെ യാഥാസ്ഥിതിക വേദപണ്ഡിതന്മാർ വിയോജിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നതനുസരിച്ച് പാപത്തിന്റെ ഫലമായാണ് ഭൂമിയിൽ മരണം ഉണ്ടായത്. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പെന്ന സിദ്ധാന്തത്തിന്റെ പ്രചാരകർ മുന്നോട്ട് വെക്കുന്ന എല്ലാ തെളിവുകളും ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാണ്. അവ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന പഴയ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ തമ്മിലും അനേക വർഷങ്ങളുടെ അകലമുണ്ട്. അതിനാൽ ഇവയുടെ സൃഷ്ടിപ്പിനിടയിൽ യുഗങ്ങളുടെ അകലമുണ്ടാകണം. അതാണ് പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പെന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന വാദം. ദൈവവിശ്വാസ പരിണാമ സിദ്ധാന്തം അഥവാ തിയസ്റ്റിക് എവല്യൂഷൻ ഉൽപ്പതിഷ്ണുവായ അല്ലെങ്കിൽ ഉദാരമായ ദൈവശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഇവർ പൊതുവെ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണത്തെ നിരസിക്കുന്നു. സൃഷ്ടിപ്പിന്റെ തുടക്കമായ വലിയ സ്ഫോടനം ആരംഭിച്ച ദൈവമാണ് എന്നും അതിനുശേഷം സ്വാഭാവികമായ പരിണാമ പ്രക്രിയയിലൂടെ നടന്ന സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ സജീവമായ ഇടപെടൽ ഇല്ല എന്നുമാണ് ഇവരുടെ വാദം. സൃഷ്ടി തുടങ്ങി വെക്കുകയും ഇടയ്ക്കിടെ അത് ഇടപെടുകയും മാത്രമേ ദൈവം ചെയ്തുള്ളൂ. ദൈവവിശ്വാസ പരിണാമ സിദ്ധാന്തത്തെ പരിണാമ സൃഷ്ടിപ്പ് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ എവല്യൂഷണറി ക്രിയേഷനിസം എന്നും വിളിക്കാറുണ്ട്. സ്വാഭാവിക പ്രകൃതി നിയമങ്ങളിലൂടെയാണ് ദൈവം സൃഷ്ടിപ്പ് നടത്തിയത് എന്ന ചിന്തയാണ് ഇത്. ജൈവപരമായ പരിണാമത്തിലൂടെയാണ് ദൈവം വൈവിധ്യമാർന്ന സൃഷ്ടികൾ നടത്തിയത് എന്ന് ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ വാദിക്കുന്നു. ഇളം പ്രായമുള്ള ഭൂമിയുടെ ഉൽപ്പത്തി എന്ന സിദ്ധാന്തത്തെ ഇവർ തിരസ്കരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ പല പ്രൊട്ടസ്റ്റന്റ് സെമിനാറുകളിൽ ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട്. ചില സുവിശേഷ വിഹിത സഭകളിലെ പ്രഭാഷകരും അധ്യാപകരും ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവവിശ്വാസ പരിണാമ സിദ്ധാന്തവാദികൾ ദൈവം ഉണ്ട് എന്നും അദ്ദേഹത്തിന് സൃഷ്ടിയിൽ നേരിട്ട് പങ്കുണ്ട് എന്നും വിശ്വസിക്കുന്നു. ജീവനുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ ദൈവം പ്രകൃതി നിയമങ്ങളും പരിണാമത്തിലെ ഘട്ടങ്ങളും നിയമിച്ചു. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം സജീവമായ പങ്കാളിത്തത്തിൽ നിന്നും പിൻവാങ്ങി സൃഷ്ടിപ്പിന്റെ മുന്നേറ്റത്തെ സ്വാഭാവിക തെരഞ്ഞെടുപ്പിനായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം എന്തു പദ്ധതിയിട്ടുവോ അതുപോലെ സകലതും പരിണമിക്കുന്നതിനായി അനുവദിച്ചു. അങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവൻ ഉടലെടുത്തു. സൃഷ്ടിപ്പിന്റെ ഈ പരിണാമ പ്രക്രിയയിൽ ജീവൻ ഉടലെടുക്കേണ്ടതിനായി ദൈവം ഇടയ്ക്കിടെ അത്ഭുതകരമായ ഇടപെടലുകൾ നടത്തി. ആരംഭത്തിലെ ലളിതമായ ഘടനയിൽ നിന്നും ഇന്നത്തെ സങ്കീർണമായ ഘടനയിലേക്ക് ജീവനെ കൊണ്ടുവരുവാൻ ആവശ്യമായ ഇടപെടലുകൾ ദൈവത്തിൽ നിന്നും ഉണ്ടായി. പരിവർത്തനം, സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് എന്നിവയിലെല്ലാം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട്. ഭൂവിജ്ഞാനീയ ശാസ്ത്രം കണ്ടെടുത്ത ജൈവ അവശിഷ്ടങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. ഈ ജൈവ അവശിഷ്ടങ്ങളുടെ പ്രായം പരിശോധിക്കുമ്പോൾ മനുഷ്യന് മുമ്പ് അനേകം വർഗത്തിലുള്ള ജീവജന്തുക്കൾ ജീവിക്കുകയും ഇല്ലാതാകുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിന്റെ അർത്ഥം ആദാമിന് മുമ്പ് ഈ ഭൂമിയിൽ ജീവജന്തുക്കളുടെ ഇടയിൽ മരണമുണ്ടായിരുന്നു എന്നാണ്. പടിപടിയായി മുന്നേറുന്ന സൃഷ്ടിപ്പിന്റെ സിദ്ധാന്തം പറയുന്നത് പോലെ ഉൽപ്പത്തിയിലെ ഒരു ദിവസം കോടിക്കണക്കിന് വർഷങ്ങളുടെ ഒരു യുഗം ആയിരിക്കാം. ഒരു യുഗം എന്നത് നിശ്ചിതമല്ലാത്ത സുദീർഘമായ ഒരു കാലയളവ് ആണ്. ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച പരിണാമ പ്രക്രിയയുടെ ക്രമം ദൈവവിശ്വാസ പരിണാമ സിദ്ധാന്തവാദികളും അംഗീകരിക്കുന്നു. നക്ഷത്രങ്ങൾ, ക്ഷീരപഥം, ഭൂമി, സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യർ എന്നീ ക്രമത്തിലായിരിക്കാം പരിണാമം സംഭവിച്ചത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണവുമായി ഡാർവിന്റെ പരിണാമക്രമം ചേർന്ന് പോകുന്നില്ല. ഉൽപ്പത്തിയിൽ പറയുന്നത് അനുസരിച്ച് ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയുമാണ്. 4-ാം ദിവസമാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചത്. ദൈവവിശ്വാസ പരിണാമ സിദ്ധാന്തവാദികൾ ഇതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്.
അവരുടെ അഭിപ്രായം അനുസരിച്ച് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആദ്യ ദിവസം തന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അപ്പോഴത്തെ അന്തരീക്ഷം കാരണം അവയെ കാണുവാൻ കഴിഞ്ഞില്ല. 4-ാമത്തെ ദിവസം മുതലാണ് അവയെ കാണുവാൻ കഴിഞ്ഞത്. 5-ാമത്തെ ദിവസമാണ് പക്ഷികളെയും ജലജീവികളെയും സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി വിവരിക്കുന്നു. ഭൂമിയിലെ ജന്തുക്കളെ സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസമാണ്. എന്നാൽ ഡാർവിൻ പറയുന്നതനുസരിച്ച് പക്ഷികൾ ഭൂമിയിലെ ജീവജന്തുക്കളിൽ നിന്നുമാണ് പരിണമിച്ചുണ്ടായത്. ദൈവവിശ്വാസ പരിണാമ സിദ്ധാന്തവാദികൾ ഡാർവിന്റെ പരിണാമക്രമം ആണ് സ്വീകരിച്ചിട്ടുള്ളത്. സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള 4-ാമത്തെ വ്യാഖ്യാനം ഇളപ്രായമുള്ള ഭൂമിയുടെ ഉൽപ്പത്തി അഥവാ യങ് എർത്ത് ക്രിയേഷനിസം എന്നതാണ്. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തിനെയും സ്വയംഭൂവായ ദൈവം 24 മണിക്കൂറുള്ള 6 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 6000 മുതൽ 12000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചതാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളും യഹൂദന്മാരും പൊതുവെ ഈ വിശ്വാസം പങ്കിടുന്നു. സൃഷ്ടിപ്പ് നടന്നത് ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 4000 മുതൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്നായിരുന്നു 18-ാം നൂറ്റാണ്ട് വരെയുള്ള ക്രൈസ്തവ സഭയുടെ വിശ്വാസം. നോഹയുടെ കാലത്തെ പ്രളയം ആഗോളമായി സംഭവിച്ചതാണ്. അത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 2300 മുതൽ 3300 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. ഈ ജലപ്രളയത്താൽ ഭൂമിയുടെ ഘടനയ്ക്ക് വളരെയധികം വ്യത്യാസങ്ങളുണ്ടായി. നോഹയുടെ പെട്ടകത്തിന് വെളിയിലായിരുന്ന പക്ഷികളും ഭൂജല ജന്തുക്കളും ചില ജലജീവികളും വൃക്ഷങ്ങളും എല്ലാം പ്രളയത്താൽ നശിച്ചുപോയി. അവയുടെ അവശിഷ്ടങ്ങളാണ് ഇന്ന് ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുക്കുന്നത്. ആഗോളമായി സംഭവിച്ച ജലപ്രളയം കൂടാതെ പല പ്രകൃതി ദുരന്തങ്ങളും അതിനു മുമ്പും ശേഷവും പ്രാദേശികമായി സംഭവിച്ചിട്ടുണ്ട്. ഇത് കാരണവും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിലെ പാറകളുടെ അടുക്കിനും മറ്റു ഘടനകൾക്കും ഇതെല്ലാം മൂലം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇളപ്രായമുള്ള ഭൂമിയുടെ ഉൽപ്പത്തി എന്ന സിദ്ധാന്തത്തിന്റെ വാദങ്ങൾ ഇതെല്ലാമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. ഇവിടെ വിവരിക്കപ്പെടുന്ന സൃഷ്ടിപ്പിന്റെ വിശദാംശങ്ങൾ ചരിത്രമാണ്. അത് അന്യോപദേശ കഥകളോ സാദൃശ്യങ്ങളോ അല്ല. ദിവസം, സന്ധ്യ, ഉഷസ് എന്നീ വാക്കുകളുടെ അർത്ഥം അക്ഷരാർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇവ അടയാളങ്ങളോ സാദൃശ്യങ്ങളോ അല്ല. ദിവസം എന്നതിൻ്റെ എബ്രായ പദം യോം എന്നാണ്. പഴയ നിയമത്തിൽ ഈ വാക്ക് 24 മണിക്കൂർ നീണ്ട ഒരു ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതേ അർത്ഥത്തിലാണ് ഉൽപ്പത്തി 1:14 ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 1:14 പകലും രാവും തമ്മിൽ വേർപിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ, അവയെ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. വെളിച്ചങ്ങളാൽ തിരിച്ചറിയപ്പെടുന്ന ദിവസം 24 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. സൃഷ്ടിപ്പിലെ ദിവസങ്ങളുടെ ദൈർഘ്യമാണ് യഹൂദന്മാരുടെ ആഴ്ചയിലെ ദിവസങ്ങളുടെ ദൈർഘ്യവും. പുറപ്പാട് 20:9-11 വാക്യങ്ങൾ. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. സസ്യങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂജല ജന്തുക്കൾ എല്ലാം ഉൽപ്പത്തിയിൽ വിവരിക്കുന്ന ക്രമമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടു. റോമർ 5:12 പറയുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ്. അതിനാൽ മരണം ആദാമിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ജീവികളോ മനുഷ്യരോ മരിച്ചിരുന്നില്ല. സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വിവിധ വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം ആശ്രയിക്കാവുന്ന പെശുകളില്ലാത്ത ഒരു സ്രോതസ്സാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കൃത്യമായ വിവരണം നൽകുന്നു. ആധുനിക ശാസ്ത്രവുമായ വേദപുസ്തകം സംഘർഷത്തിലല്ല. സംശയത്തിന് അധീനമായ ശാസ്ത്രീയ തെളിവുകളാൽ വേദപുസ്തകത്തിലെ ഒരു വാക്യം പോലും തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. തിരുവെഴുത്തുകളെ കുറിച്ചുള്ള നമ്മളുടെ വ്യാഖ്യാനങ്ങൾക്ക് തെറ്റ് സംഭവിച്ചേക്കാം. എന്നാൽ ദൈവവചനം ഒരിക്കലും തെറ്റാകുന്നില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് നൽകിയിരിക്കുന്ന ജീവനുള്ള വചനമാണ് തിരുവെഴുത്തുകൾ. സൃഷ്ടിയുടെ ഏക ദൃക്സാക്ഷി ദൈവമാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള അവന്റെ വിവരണത്തെ പരിണാമ സിദ്ധാന്തങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിഞ്ഞിട്ടില്ല.